ബാബു ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ടർബയാണോ? ടർബയ്ക്ക് പോണെങ്കിൽ നമുക്ക് നമ്മളെ വല്ല ഫ്രണ്ട്സ് പോലെ വേറെ ആരെങ്കിലും വിട്ടാലോ അതോ നമുക്ക് തന്നെ പോകണോ? എന്റെ ബംഗാളി ഭാഷ കേട്ട എല്ലാവർക്കും മനസ്സിലായി. ഇല്ല ഞാൻ പറയാം. അതായത് ഞാൻ ഇച്ചിരി ബാസിൽ സംസാരിക്കും. ഞാൻ പറയാം എന്റെ ഓർമ്മ ഭാഷ സംസാരിച്ച. ഹലോ, ഞാൻ ബാദുഷാ ഖാൻ. എന്നോട് ബാദുഷാ ഖാൻ പെട്ടോ സെറ്റല്ലേ? പെട്ടെന്ന് പോയ 2 വളവ് കാരണം ഗ്യാങ് ഹൗസ്. വേറെ സൗണ്ട് മാറ്റാം. മാറ്റിയാ നോക്കട്ടെ. മലയാളി ഗ്യാസിന്റെ അളവല്ല കൂട്ടായിട്ട് ഭാഷ കൂട്ടും. മലയാളി ഭാഷ നടക്കുന്ന വല്ല പണിക്കും പോവാ. ബാബു ഇന്ന് സർവേ എടുക്കണം. സർവേ എടുത്താ പറ്റും മലയാളി. എന്റെ ഉണ്ട് മലയാളി ഐഡിയ. എനിക്കുണ്ട്. എന്റെ പേരെന്ത്? ഷിബു. അല്ല, സിക്ക് ഷിബു ഒന്നും വേണ്ട. പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ അങ്ങനത്തെ രീതിയിൽ മാത്രമേ പറ്റുള്ളൂ നമുക്ക്. എക്സിക്യൂട്ടീവ് ഓഫീസർ. അതെ. സിറ്റിയുടെ എവിടെ തുടങ്ങണം സർവേ? മലയാളി വരയിൽ ഇപ്പൊ 2 പേരില്ലേ? ബുദ്ധിയില്ലാത്ത പോയി. ബാബു നമുക്ക് അതിനു മുമ്പ് ഹലോ ഹലോ ചേട്ടാ, ചേട്ടാ ഞാനൊരു കാര്യം പറയണമായിരുന്നു കേട്ടോ. ഞങ്ങള് ഈ മനുഷ്യാവകാശം ഇല്ലുണ്ടല്ലോ. അല്ല, കമ്മീഷനല്ല, ഇത് വേറെ. ഈ മനുഷ്യാവകാശത്തിന് നമ്മള് സർവേ എടുക്കാൻ വന്നതാണേ. അപ്പൊ നമ്മള് സർവേ എടുക്കാൻ നിങ്ങള് എത്ര പേരുണ്ടാവും? ഞാനും ബുള്ളറ്റും ഉണ്ട്, 2 പേര്. നിങ്ങൾക്ക് വീടുണ്ടോ ഇവിടെ? ഓക്കെ, നമുക്ക് വീടൊന്ന് കാണണം. നമുക്ക് സർവേ ഒന്ന് നോട്ട് ചെയ്യണം. ഷിബു ആരാണേലും നടയടിയുണ്ട്. അത് സാർ ഇത് ഗവൺമെന്റിന്റെ ഒരു കാര്യമാണ്. അത് നിങ്ങളൊരു കാര്യം അപ്പൊ നിങ്ങള് ഗ്യാങ് ഹൗസിലോട്ട് വിട്ടോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. നിങ്ങളെ വാസുവിനെ വിളിച്ചോ, പെർമിഷൻ ഒന്ന് ചോദിക്കും. ഞങ്ങള് സർവേ എടുക്കും. നിങ്ങൾ വിട്ടോ, ഞങ്ങൾ അങ്ങോട്ട് വരാം. എന്റെ പൊന്നു ബാബു, അവിടെ മണ്ണത്തരം ഒന്നും ഇറക്കരുത്. ക്ലിപ്ബോർഡ് അത് പെർഫെക്ഷൻ ആയിരുന്നു. അതാണ് ആ ഒരു പെർഫെക്ഷൻ ഇവിടെ വന്ന്. ഞാൻ സത്യം പറഞ്ഞ വഴിയിലിറങ്ങി എന്തിനാന്നറിയോ? ഈ ക്ലിപ്ബോർഡ് എവിടെയാന്ന് തപ്പി പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. ഇവന്മാരെവിടെ പോണു? ഗ്യാങ് ഹൗസിൽ പോകുന്ന വഴി ഇതല്ലല്ലോ. മലയാളി അവന്മാർക്ക് പോലും അറിയില്ല അവന്മാർ എങ്ങോട്ടാ പോകുന്നേന്. ഹലോ മിസ്റ്റർ. ഓക്കെ, കുറച്ച് ലൈഫും കൂടെ ഉണ്ട്. 2 അടി കൊണ്ട് അടിച്ചാൽ മരിക്കായിരുന്നു. ഹലോ ചേട്ടാ, സർവേ എടുക്കാൻ ഗ്യാങ് ഹൗസിൽ വരുന്നത്. അല്ല, നിങ്ങളൊന്ന് ഫ്രണ്ടിൽ പോയിരുന്നെങ്കിൽ ഞങ്ങൾക്ക്. ഓക്കെ. ബാബു, ഇവൻ നമ്മളെ പൊട്ടനാക്കുക കേട്ടോ. പൊട്ടനാക്കുവാ മലയാളി, ചട്ടിയായിട്ട് പൊട്ടനാക്കുവാ. കണ്ടോ നോക്കിയേ. കഠിനമായ വഴിയാ ഗ്യാങ് ഹൗസിൽ പോകുന്നത് കേട്ടോ. മലയാളി ലെഫ്റ്റ് എടുത്ത് പോകും. മലയാളി നമുക്കറിയാലോ, ഇവന്മാരെ വലിച്ചു വരട്ടെ. നമ്മള് പറ്റിയ പൊളിമാർ അവിടെ വരും. മലയാളി പൊക്കോ. മലയാളി കുറച്ചു നേരം നോക്കാം. ഹലോ സാറ്, നമുക്ക് പോയിട്ട് ഇതൊക്കെ ഉണ്ട്. എന്താ യൂട്ടേണും കർവും ഒക്കെ ഉണ്ട്. നമുക്ക് പോയിട്ട് തിരക്കുണ്ടായിരുന്നു സാറ്. എന്നോടുള്ള എല്ലാ പ്രതികാരം തീർത്തോണ്ടിരിക്കണേ. ഹലോ സാർ, ആക്ച്വലി നിങ്ങള് ടിവിയുടെ ഗ്യാങ് ഹൗസ് ആണല്ലേ? നമുക്ക് സ്ഥലം മനസ്സിലായി. നമ്മുടെ പുറകെ വരും. ഹലോ ഷിബു അപ്പുറത്തെ സീറ്റിലായിരിക്കും ഞാൻ. സാർ, ഞങ്ങളുടെ ജോലി അതല്ല സാർ. ഞങ്ങൾക്ക് ജോലി നൈസായിട്ട് അങ്ങനെ കൊടുത്താൽ മതി സാർ. ഹലോ, ഗ്യാങ് ഹൗസിൽ എങ്ങനെ കേരളമെങ്കിൽ ആദ്യം
ഞങ്ങള് സെർച്ച് ഒക്കെ ചെയ്യാം. ആ ഇറങ്ങി. ഇങ്ങോട്ട് നോക്കാം. കൈ. എന്റെ ഒരു കാര്യം പറയാം, നിങ്ങൾ 2 ബാളില്ലെന്ന് പറഞ്ഞ എന്റെ ബാളുകൾ ഇട്ടുകൊണ്ട് പോകുന്നത് അവൻ കുനിഞ്ഞിരുന്ന എന്റെ പണിയൊക്കെ എടുക്കുന്നത്. മെറ്റൽ ഡിറ്റക്ടറൊക്കെ വെച്ചിട്ട് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഹെൽമെറ്റ് ഒരിക്കൽ ആളുടെ മോന്ത കാണണം. സാറേ എന്റെ മുഖത്ത് ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കും, അപ്പൊ എനിക്ക് നിങ്ങളുടെ കുഞ്ഞമ്മക്ക് കല്യാണം ആലോചിക്കാനൊന്നും അല്ലല്ലോ വന്നത്, നമ്മൾ സർവേ എടുക്കാനല്ലേ. ഓക്കെ എന്നാ വാ കേറിക്കോ. ഇത് ഹോം നമ്പർ 770. note it. Okay. You got it? Yeah. Okay. 770. Yeah. Shibu, come. ഓട്ടോമാറ്റിക് ആണ് ഡോറ്, കാല് വെച്ചാൽ തുറക്കും. That's good. അത് നോട്ട് ചെയ്തേരെ. ഉണ്ടല്ലോ, കണ്ട വരിഞ്ഞു കയറി വരുന്ന സർവേ എടുക്കാൻ വരുന്നവന്മാരൊന്നും കേട്ടിരുന്നാണ് ഇത് സ്പെഷ്യൽ കൺസേൺ. വലിക്കാൻ വേണ്ടിട്ട് ഏകദേശം 10,000 BHP പവറുള്ള മോട്ടറാണ്. എഡ്യൂക്കേഷൻ ഇല്ല, വേറെ ആരെങ്കിലും വിളിക്കേ. വേറെ ഇപ്പൊ ബുദ്ധിയുള്ളതായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഇത്രയും കുറഞ്ഞ ബുദ്ധിയാണ് ഏറ്റവും കൂടിയത്. എല്ലാം കണക്കാം. പിന്നെ വേറൊരു ബാബു ഉണ്ട്, ആണ്ടിലിരിക്കല് അങ്ങനെയൊന്നും വന്നില്ല. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് വീട്? ഈ വീട് ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റ്. ഈ ഹെലിപ്പാഡും കൂടി ഉൾപ്പെടെയുള്ള അളവ് വേണം കേട്ടോ. ഇതൊക്കെ നമ്മുടെ ഉൾപ്പെടെ കൂടെ 30,000 സ്ക്വയർ ഫീറ്റ്. അതെ. നിങ്ങള് എത്ര പേരുണ്ട് മൊത്തം? ഞങ്ങൾ എത്ര പേര്? 13, 15, 16 പേരുണ്ട് മൊത്തം. 16 പേരല്ലേ? നിങ്ങളുടെ വാർഷിക വരുമാനം എന്ന് പറയുന്നത് എത്രയാണ്? വാർഷിക വരുമാനം about $12 billion per day. 12 billion. എത്ര പൂജ്യം ഉണ്ടെന്ന് അറിയുമോ? Yes. 110. ഓക്കെ, അപ്പൊ മിസ്റ്റർ സോറി പേര് പറഞ്ഞിട്ടൊന്ന് പറയാവോ? ആരാണ് എന്താണ് പറയാനുള്ളത്? പേര് പറഞ്ഞിട്ടുണ്ട്. ബുള്ളറ്റിന് ഏകദേശം എത്ര വയസ്സുണ്ട്? എനിക്ക് 25 അടുത്ത ചിങ്ങം. മുല കൂടി മാറാത്ത പിള്ളേരുണ്ടോ? മറ്റേ വാസണ്ണ വിളിച്ചേ. ഹലോ, ടിൻഡുന്റെ കുടി മാറി. അല്ല ഇവിടെ ചെറിയ കുട്ടികളെ ഉദ്ദേശിച്ചത്. പെൺകുട്ടികൾ എത്ര പേരുണ്ട്? കുട്ടികളെ ഗാങ്ങിലില്ല. ഈ വീട്ടിൽ പെണ്ണില്ലേ? അത് പ്രത്യേകം നോട്ട് ചെയ്യണം കേട്ടോ ഷിബു. ഷിബു ഒരു പെണ്ണില്ലാത്ത വീടാണ്. പെണ്ണില്ല. കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കുന്നു? ഫുഡും കാര്യങ്ങളൊക്കെ അവര് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യുമ്പോ അതിന്റേതായിട്ടുള്ള എക്സ്പെൻസ് വരും, അപ്പൊ അത് നോട്ട് ചെയ്യണം. നിങ്ങൾ ഏകദേശം ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കുന്നുണ്ട് ഇവിടെ? ഞങ്ങള് 3 നേരം കഴിക്കും. 3 നേരം. വെള്ളം കുടിക്കും ഇടയ്ക്ക്? വെള്ളം കുടിക്കും. കുടിക്കുന്നത് നല്ലതാണ്, കൊറോണ വരില്ല. ചൂടുവെള്ളം കുടിക്കാറുള്ളൂ. വാസോണിന് മാത്രം ഇവിടെ ഐസ് ഇട്ടാണ്. വാസു എന്ന് പറയുന്നത് ആരാണ്? വാസു എന്ന് പറഞ്ഞാൽ അല്ല, നമുക്ക് ഇവിടുത്തെ ആളാണെന്നൊന്നും അറിയിച്ചുകൂടായിരുന്നു. വാസുവിനെ പരിചയമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മള് ഒരു കാര്യം പറയാം, ഒരു കാര്യം പറയാം, നമ്മള് മനുഷ്യരൊന്നും പറയാലോ, നമ്മളും ഒരാളുടെ കീഴിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാ. നിങ്ങൾക്ക് നിങ്ങളുടെ മുതലാളിയെ പറ്റിയോ അല്ലെങ്കിൽ ബോസിനെ പറ്റിയോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. പിന്നെ ഇടക്കിടക്കിന്റെ മാവേലി വരുവാണെങ്കിൽ അല്ല, നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മുതലാളി നിങ്ങളെ എന്തെങ്കിലും ഉപദ്രവിക്കുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാം. ചെവിന്ന് കുറച്ച് ചോറ് വന്നിട്ടുണ്ടല്ലോ, ഇതൊക്കെ പറഞ്ഞേ. ആരെങ്കിലും നിങ്ങളെ ഒരുപാട് വഴക്ക് പറയാറുണ്ടോ? ഇല്ല, ആരും വഴക്ക് പറയാറില്ല. എനിക്ക് മറ്റേ ഞാൻ ഒരു ഗെയിമറാണ്, അപ്പൊ എപ്പോഴും ഇങ്ങനെ ഗെയിം കളിക്കുന്നുണ്ട്. ഹെഡ്സെറ്റ് എപ്പോഴും അങ്ങനെ മിസ്റ്റർ ഷിബു കം നമുക്ക് ബാക്കി ഈ കാർപോർട്ട് ഏകദേശം 8 വണ്ടി കയറും. അതെ 2 വണ്ടി കയറും. 2 കാറും 1 ബൈക്കും, 2 ബൈക്കും.
ആരും ഉണ്ട്. രണ്ട് ബൈക്ക് ലോറി കേരള അല്ലേ ലോറി കയറണം അത് നോട്ട് ചെയ്യണം ആ അല്ല 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 ലോറി ലോറി കണ്ടൈനർ ഇത് തട്ടു ഇത് തട്ടു ഇത് തട്ടു രണ്ടിലും കണ്ടെയ്നർ കണ്ടെയ്നർ തട്ടും കണ്ടെയ്നർ. ഓക്കെ. അപ്പൊ ഇവിടെ ഗ്യാങ്ങില് എത്ര പേർക്ക് എത്ര വണ്ടി ഉണ്ടാവും ടോട്ടൽ? ടോട്ടൽ ഏകദേശം ഒരു 50 വണ്ടിയോളം എടുത്ത് ഗ്യാങ് 50 വണ്ടി ഉണ്ട് കേട്ടോ. 50 വണ്ടി 50 വണ്ടി ലക്ഷറി വണ്ടികളിൽ ഇതിലെണ്ണം 50 എടുത്തി. അതെ 38 എണ്ണം ലക്ഷറി ആയിരിക്കും. 38 ലക്ഷറി. നോട്ട് സ്പെഷ്യൽ നോട്ട് ദാറ്റ് റെഡ് മാർക്കർ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് തരാം. റെഡില്ല. ആ ഓക്കെ ഓക്കെ കിളിപ്പച്ച മതി. ഇവിടെ വാട്ടർ വേസ്റ്റേജ് ഉണ്ടാവും അതോ ഇതെങ്ങനെയാണ്? ടെസ്റ്റ് ചെയ്ത് നോക്കണ്ട, ബാബു ഇത് മുള്ളി വെക്കാറുണ്ട്. ഇങ്ങനത്തെ വിടലുകളൊക്കെ ഇറക്കി വിടണ്ടേ നിങ്ങൾ ഇവിടുന്ന്? പിന്നെ ഇതിൽ എത്ര ബലൂൺ വെള്ളം അല്ല എത്ര ഗലൂൺ വെള്ളം നിങ്ങൾ നിറയ്ക്കുന്നുണ്ട്? ഇതിലെ ബാബുവിന്റെ മോട്ടറിന്റെ അളവ് കൂട്ടണ്ട. അതൊരു 5 ലിറ്റർ മാറ്റി കഴിഞ്ഞാൽ 28. അപ്പൊ രാവിലെ ബാബുവിന്റെ ഒരു മോട്ടർ അളന്ന് വെക്കുന്നത് ബുള്ളറ്റ് അല്ലേ? ബാബു ഇതിന്റെ സൈഡിൽ മെഷർമെന്റ് ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാം നോട്ട് ചെയ്തു, ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തു. പിന്നെ ഇനിയൊരു നോട്ടീസ് ഞങ്ങള് നിങ്ങൾക്ക് അയക്കും. അത് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും നിങ്ങളുടെ ഗ്യാങ്ങില് തലവന്റെ തന്നെ ആയിരിക്കും വരുന്നത്. സോ അപ്പം അല്ല അത് കിട്ടുമ്പോ മനസ്സിലാവും അല്ലെ? കോൺഫിഡൻഷ്യൽ ആണ്, അത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. നിങ്ങളെ തന്ന ഇൻഫർമേഷൻസിനൊക്കെ നന്ദി. ഞങ്ങള് അങ്ങോട്ട് പോവാണ്. ഞങ്ങൾ പറഞ്ഞു സാറേ ഞങ്ങള് ഗവൺമെന്റ് ഓഫീസേഴ്സ് ആണ്, സാറിന്റെ വേഷം കെട്ടൊന്നും എടുക്കാൻ പറ്റത്തില്ല, ഒന്നും പറ്റത്തില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഇത്? ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? സർവേ എടുത്തിട്ട് പോകുന്നല്ലേ ഇത്? ഗവൺമെന്റിന്റെ നോട്ടീസ് വരുമായിരുന്നല്ലോ എല്ലാ ഗ്യാങ്ങിനും ഇന്ന പോലെ സർവേ. ഹലോ നിങ്ങളുടെ ബോസിനെ വിളിച്ച് ചോദിക്കും. അതെ ഞങ്ങളൊരു അത്യാവശ്യ കാര്യം പറയാണ്, വീണ്ടും പറയാണ്. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് പോണം. ഞങ്ങള് ഗവൺമെന്റിന്റെ ആൾക്കാരാണ്. ഞങ്ങളുടെ ഈ സർവേ കളക്ഷൻ ഡേറ്റ എല്ലാം ഓൺലൈനാണ്. ഞങ്ങളുടെ കയ്യിലുള്ള ഡിവൈസ് വഴി ഓൺലൈൻ ഇപ്പൊ തന്നെ അപ്ലോഡ് ആയിട്ടുണ്ട്. നിങ്ങളിനി ഞങ്ങൾ ഇവിടുന്ന് വിട്ടാലും വിട്ടില്ലെങ്കിലും എല്ലാം ഇത് തന്നെയായിരിക്കും. മനസ്സിലായോ? ഞങ്ങക്ക് പോണം. എഗൈൻ പറയുവാണ് ചേട്ടാ, ഞങ്ങക്ക് പോണം. തിരക്കാണ്. ഞങ്ങള് ഗവൺമെന്റിന്റെ സ്റ്റാഫാണ്. സാർ ഇൻകം ടാക്സ് റെയ്ഡൊന്നും അല്ല സാർ. നിങ്ങൾക്കൊരു ഒരു നോട്ടീസ് മാത്രമേ വരുള്ളൂ. ആ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല സാർ, ജപ്തി ഒന്നും അല്ല സാർ. അങ്ങനൊന്നും ജപ്തി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ജപ്തി ചെയ്യാൻ പറ്റുള്ളൂ സാർ. മറ്റേ ഷിബു സാർ എന്ത് സാർ? വെള്ളം കുടിക്കാൻ പോയി.